ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അമ്മക്കൂടെന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെമ്മീൻ വൃത്തിയാക്കുന്ന ഒരു വീഡിയോയുമായാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇതെന്തപ്പോൾ ഇങ്ങനെ, ഇത് ഞങ്ങൾക്കൊക്കെ അറിയാവുന്നതാണല്ലോ, ഇതെന്താ ഇതിനകത്തൊരു പ്രത്യേകതയെന്ന്. എന്നാൽ എനിക്കറിയാത്തൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയപ്പോൾ അത് നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരാമെന്ന് കരുതി ഈ വീഡിയോ എടുത്തത്. ചെമ്മീൻ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ചെമ്മീനിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മണ്ണ് നമ്മൾ ആദ്യം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം തോട് പൊളിച്ചു തുടങ്ങാൻ. ഫ്രഷ് ചെമ്മീനാവുമ്പോൾ തോട് പൊളിക്കുന്ന സമയം ചെമ്മീൻ മുറിഞ്ഞു പോകാതെ പതുക്കെ തോടിളക്കി എടുക്കണം. അതിനുശേഷം ചെമ്മീൻ്റെ മുതുകത്ത് കാണുന്ന ഞരമ്പ് കത്തി കൊണ്ട് പതുക്കെ വരഞ്ഞ് വലിച്ചെടുക്കണം. വലിയ ചെമ്മീനാകുമ്പോൾ ഒരുപാട് ചെളിയുണ്ടാവും, ചെറുതാവുമ്പോൾ ഇത്രയ്ക്കും ചെളി ഉണ്ടാവില്ല. എന്നാലും ഞരമ്പ് വലിച്ചെടുക്കണം. ഇതാണ് ഞാൻ പറയാൻ വന്ന കാര്യം. ചെമ്മീൻ്റെ അടിയിലും ഇതുപോലെ അഴുക്കുള്ളൊരു ഞരമ്പുണ്ട്. ഇത് ചിലർക്കൊക്കെ അറിയാം, മറ്റു ചിലർക്കൊന്നും അറിയില്ല. അറിയാത്തവർക്കിട്ടാണ് പറഞ്ഞു തരുന്നത്. ചെമ്മീൻ കഴിക്കുമ്പോൾ ചിലർക്കൊക്കെ വയറുവേദന, ചൊറിച്ചിൽ ഇവയൊക്കെ അനുഭവപ്പെടാറുണ്ട്. അടിഭാഗത്തെ ഞരമ്പും കത്തി കൊണ്ട് പതുക്കെ പോറി ഈസിയായി ഇളക്കിയെടുക്കാം. നിങ്ങളെൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒന്നുകൂടെ കാണിക്കാം. ഈ 2 ഞരമ്പും എടുത്തു കളയാൻ മറക്കരുത്. പതുക്കെ കത്തി കൊണ്ട് പോറി ചെമ്മീൻ്റെ മുതുകത്തുള്ള ഞരമ്പ് വലിച്ചെടുക്കണം. ഇങ്ങനെ വലിക്കുമ്പോൾ ഞരമ്പ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്, വാലിൻ്റെ ഭാഗത്തെത്തും. അങ്ങനെ സംഭവിക്കാതിരിക്കാനും വേറൊരു ഐഡിയ ഉണ്ട്, പറഞ്ഞു തരാം. ഈ താഴത്തെ വശത്ത് ആ കെട്ടുകെട്ട് പോലുള്ള ഭാഗം കണ്ട അവിടെ കത്തി കൊണ്ടൊന്ന് പോറി കൊടുത്താൽ മതി. ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ടേ നമുക്ക് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല, അത് സംഭവം. ആ കെട്ടുകെട്ടുള്ള ഭാഗത്ത് പതുക്കെ എന്നിട്ട് ഞരമ്പൊന്ന് വലിച്ചെടുത്താൽ മതി. ഈസി ആയിട്ട് ഇളകി വരും. കണ്ട ഇപ്പം ആ വാലിൻ്റെ ഭാഗത്ത് വരുമ്പം പൊട്ടിപ്പോകാതിരിക്കാനുള്ള കാര്യമാണ് കാണിച്ചു തരാൻ പോണം. ഇങ്ങനെ വരഞ്ഞിട്ട് ആ വാലിൻ്റെ ഭാഗം എത്തുമ്പോൾ കത്തി ഒന്ന് ചെരിച്ച് മുറിച്ചാൽ മതി. അപ്പോൾ ഈസി ആയിട്ട് ഇളകി വരും. അപ്പോൾ ചെമ്മീനൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.